വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് ആണ്, വാട്ട്സ് ഇൻ ദ ബോക്സ് ആ സംഭവം. അപ്പോൾ നമുക്ക് പെട്ടിയിൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പെട്ടി. ഓക്കെ, അപ്പം ഗായ്സ് ഇതെന്താണെന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങൾ കൂടെ കാണിച്ചു തരാമല്ലോ എന്നുള്ളൊരു വിചാരത്തിലാണ്. പുതിയ ഹെൽമെറ്റ്. ഗൈസ്, ഇതാണ് പുതിയ ഹെൽമെറ്റ്. ഓക്കെ, വീണ്ടും ഒരു പെട്ടി. ഇതൊന്നുകൂടെ തുറക്കാം. യെസ്, ഇതാണ് ഗൈസ് ഞാൻ വാങ്ങിയ പുതിയ അതിനൂതനമായ ഹെൽമെറ്റ്. ഓൺലൈനിൽ വെറും 2500 രൂപയ്ക്കായിരുന്നു ഇത് ഞാൻ മേടിച്ചത്. ഇത് സ്റ്റീൽ ബാഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. സജസ്റ്റ് ചെയ്തവനപ്പുറത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മോൾ ഭാഗം അങ്ങനെ ഊരാം. ഷിറ്റ്, ഇതിൻ്റെ ഇടയിൽ ഒട്ടിരിക്കണം. ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ, ഇവിടെ നിന്നാണ് ഊരാണ്ടത്. യെസ്, ഇത് അത്യാവശ്യം ഈ പ്രൈസ് റേഞ്ചിന് വളരെ വെയിറ്റ് കുറഞ്ഞൊരു നല്ല വെയിറ്റ് കുറവാണിതിന്. വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇരിക്കും ഗായ്സ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? എങ്ങനെയുണ്ട്? ഹേ വാട്ട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എങ്ങനെയുണ്ട് ഗായ്സ്? നന്നായിട്ടില്ലേ? അയ്യോ, എപ്പടി ഇருக்கு കന്നാ പന്നിങ്ങത്തെ കൂട്ടമാ വരും. ഇതിപ്പോൾ തുറക്കണം എങ്ങനെയാടാ? അല്ല പെട്ടറാ, ഇതെവിടെ കൂടെ തുറക്കണേ ഗായ്സ്? വളരെ പെട്ടെന്ന് വിചാരിച്ചാണ്. എന്താ നല്ല രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഗ്ലാസ് അല്ല ഞാൻ ഓർഡർ ചെയ്തത്, എനിക്ക് കിട്ടിയിട്ടുണ്ടത്. അപ്പം അതെങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ ഓർഡർ ചെയ്തത് ഗൈസ്, ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം. ഇതിൻ്റെ കൂടെ ഇത് സ്പെയർ ആയിട്ട് വന്നതുകൊണ്ട് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. വിദഗ്ധനായ ശബരി നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒന്നിനും ഭയപ്പെടാതെ കണ്ണാ. യെസ്, ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം എങ്ങനെയാടാ ശബരി? സ്ക്രൂ ഡ്രൈവർ വേണോ? പക്ഷേ ഇതിൽ സ്ക്രൂ ഇടാനുള്ള സ്ഥലമില്ല ഗായ്സ്. അവൻ വലിച്ചിറക്കിയെടുത്ത് ഇത് കാണിക്കാനും പറ്റുന്നില്ല എനിക്ക്. ഇപ്പോൾ അത് ചേഞ്ച് ആയി കിട്ടും ഗായ്സ്. കുറച്ച് സമയമെടുക്കും. അതുവരയ്ക്കും ഞാൻ എൻ്റെ ഒരു സംഗീതം ആലപിക്കാം. ഗായ്സ്, പണിപാളി. ഹെൽമെറ്റ് വയ്ക്കുന്ന മുമ്പേ ഹെൽമെറ്റ് ചീത്തയാക്കിയിരിക്കുകയാണ്. അവൻ നീ കാണിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അവനെ കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ അവനെ കാണിക്കും? ഇതിലൊന്നും ഇല്ലല്ലോ കാണിക്കാൻ. ഗൈസ്, ഞാൻ ഫോണിലെടുത്ത് ഫുട്ടേജ് കാണിക്കും ഗൈസ്. ക്യാമറ ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അവനെ കാണിക്കാൻ പറ്റും. ഗൈസ് നോക്കൂ ഗൈസ്, നീല വെളിച്ചത്തിൽ അവൻ ശരിയാക്കിയാ കളയി പോവോ? ദിവനാണത് ശരിയാക്കുന്ന ആൾ. എന്നെ കാണാൻ വേണ്ടിയാണ് ഇതിലെടുക്കണേ. അല്ല നടക്കണ സെറ്റാണോ? ഓക്കെ, സാധനം ശരിയായി. ഇനി ഇതിളക്കി നോക്കാം. പഴം ഇളകും പോലെ ഉണ്ട്. ഓ സൂപ്പർ ഗൈസ്, വിഷയമില്ല. ഇനി ഇത് വെച്ചോണം. ഓക്കെ, എങ്ങനെയുണ്ട്? അയ്യോ ഗായ്സ്, നിങ്ങൾക്ക് എന്നെ കാണാമോ? ഇത് ഭയങ്കര രസമായിട്ടുണ്ട് ഗായ്സ്. ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര കംഫർട്ടാണ്. 2500 നോക്കുകയാണെങ്കിൽ ടൈറ്റായിട്ട് എനിക്ക് തലയിൽ ഇരിക്കുന്നുണ്ട്. അതുമാത്രമല്ല വെയിറ്റ് ഇല്ല, എനിക്ക് കൂളായിട്ടിരിക്കാം. പിന്നെ എൻ്റെ സൈഡൊക്കെ ഉണ്ടല്ലേ, നല്ല ഒരു വർക്കും കാര്യങ്ങളൊക്കെ, നല്ല ഫിനിഷിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കൂടുതൽ റിവ്യൂ പറയാനായിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇത് വാങ്ങിച്ചപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ശബരിയാണ് സജസ്റ്റ് ചെയ്തത്. കുറച്ച് കാലമായി ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് അധികമായി. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം കിട്ടിയത്. ഇത് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്, അത്രേ ഉള്ളൂ. കാരണം വാങ്ങിച്ചതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, അപ്പോൾ അങ്ങനെ ഇത് കാണിച്ചതാണ്. അപ്പോൾ ഇത് മേടിച്ചത് നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു.
സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ നോക്കി, അപ്പോൾ ഇതിൽ എനിക്കിഷ്ടപ്പെട്ടു. നമ്മളെ ഇഷ്ടമാണല്ലോ, ബാക്കിയുള്ളവരുടെ അഭിപ്രായം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് അതുതന്നെ എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം കേട്ട് നിങ്ങൾ ഒന്നും സെലക്ട് ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിക്കുക. അഭിപ്രായം പറയുന്നുള്ളൊരു 100 അഭിപ്രായം പറയും, ആ ഒരു മാറ്ററല്ല. ഓക്കെ, ഇറ്റ്സ് അവർ ലൈഫ്. നമ്മളെ ലൈഫ് നോക്കുക. അല്ലാതെ ബ്രോ അത് എടുത്തതെന്നാണ് ബ്രോ വേറെ കളർ എടുത്തുകൂടായിരുന്നു ബ്രോ എന്നുള്ള സജഷൻസ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. സജഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും, എല്ലാ കാലത്തും വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത് ഞാൻ മേടിച്ചതാണ്. ഇനി നിങ്ങൾ പുതിയ ഹെൽമെറ്റ് മേടിക്കുന്ന ആരാണെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. എന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.